ഹലോ ഗായ്സ്. അപ്പോഴേ കുറേ പേര് ചോദിച്ചായിരുന്നല്ലോ നമ്മുടെ റൂം ടൂർ ചെയ്യുമോ, ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കാണിക്കാവോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് വെറുതെ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഓരോരുത്തരായിട്ടൊക്കെ കൊണ്ടുപോയി കേട്ടോ. നമ്മൾ അണ്ണൻ്റെ വീട്ടിലും പിന്നെ ചേച്ചിയുടെ വീട്ടിലോട്ടൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. ഉള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ റൂം ടൂർ എന്ന് പറയുമ്പോഴത്തേക്കും അത്ര റൂം ആയിട്ട് കാണിക്കാനായിട്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. റൂമായിട്ട് കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. എങ്കിലും ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണേ. അപ്പോഴായതുകൊണ്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഫുള്ളൊന്നും ഇല്ല എങ്കിലും ഉള്ളത് കാണിച്ചു തരാം. അപ്പോഴേ ഫസ്റ്റിൽ തന്നെ എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ? കണ്ടോ, ഇവിടെ തന്നെ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ റൂമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഞാൻ ബേക്ക് എടുത്ത് കാണിച്ചു തരാം. കണ്ടല്ലേ, ഇതിൽ തന്നെ നമ്മുടെ ഈ ഷെൽഫിൽ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ ഇരിപ്പുണ്ടേ. കണ്ടോ, നമ്മൾ ചിരട്ടയിൽ ആദ്യം തൊട്ട് ചെയ്താൽ എല്ലാ ഐറ്റംസും ഇരിപ്പുണ്ടേ. മിന്നൂട്ടി ഇങ്ങോട്ട് പോരൂ മക്കളെ. മിന്നൂട്ടിയോ അതൊന്നും എടുക്കല്ലേ. ഒരു ഹായ് കൊടുത്തേ. ഒരു ഹായ് കൊടുടേ. ഒരു ഹായ് എങ്ങോട്ടാണ്? ഹലോ കൂട്ടുകാരെ. പോയി കളി. അപ്പോഴേ കണ്ടല്ലേ, ഇവിടെ തന്നെ മിക്ക ഉണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫൈനലായിട്ട് ഉണ്ടാക്കിയ ലാമ്പ്. കണ്ടില്ലേ, നമ്മൾ ലൈറ്റ് കണക്ഷനൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടെടുത്ത് വെച്ചതാണേ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഉണ്ടാക്കിയ ക്ലിപ്പാണേ. 2 ക്ലിപ്പ് ഇവിടെ തന്നെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓരോ കൊമ്പിലായിട്ട് ഇട്ടേക്കുവാണ് കേട്ടോ. നമ്മൾ അതെൻ്റെ അണ്ണൻ്റെ ഇന്നലെ അല്ല 2 ദിവസം മുമ്പേ ഉണ്ടാക്കിയ ആ ഒരു ലോക്കറ്റ്, ആ മാലയും പിന്നെ നമ്മളിത് നേരത്തെ മുന്നേ ഉണ്ടാക്കിയ വള. ഒരുപാട് പേരൊക്കെ ചോദിച്ചതാണ് ഈ വളയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ വളയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ വൈൻ ഗ്ലാസ് ഉണ്ടോ ഇരിക്കുന്നത്, കണ്ടില്ലേ? നമ്മുടെ വൈൻ ഗ്ലാസ് 3 അവിടെ തന്നെ ഇരിപ്പുണ്ടു. പിന്നെ ഞാൻ വേറൊരു സ്ലൈഡ് ഉണ്ടാക്കിയിരുന്ന അതാണ്. പിന്നെ ഈ കാണുന്നത് നമ്മൾ ഫസ്റ്റിലെ തന്നെ ഇത്. അയ്യോ, കണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ ആദ്യമേ എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് അത്രയ്ക്കൊന്നും മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. മുന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശമൊക്കെ ചാനൽ തുടങ്ങി കുറച്ച് നാളൊക്കെ ആയ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ 2 ദിവസം മുന്നേ ഇട്ടത് തന്നെയാണ്. നമ്മുടെ ഈ തിരി കുത്തുന്ന അതാണ് കേട്ടോ. അങ്ങോട്ട് തന്നെ വെച്ച്. പിന്നെ നമ്മുടെ വാഴ നമ്മൾ നിത്യ വാഴ എന്ന് പറഞ്ഞില്ലേ കൊലച്ച് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ എന്തോക്കളെ ജഗ്. ഇതിനെ അവള് മൂക്ക് നീണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ കുടുക്കയുണ്ടല്ലോ മണി ബോക്സ്, മൂക്ക് നീണ്ട പന്നി എന്നാണ് പറയുന്നത് അവള്. അപ്പൊ ഇതുണ്ട് നമ്മുടെ ആ ഒരു ജഗ്ഗും ഗ്ലാസ്സും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മള് ഇപ്പം ഉണ്ടാക്കിയ കപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ചായക്ക് കുടിക്കുന്ന കപ്പ് വേണ്ടേ. പിന്നെ ഇത് നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് ഹോൾഡർ. പിന്നെ നമ്മുടെ മണി ബോക്സ്, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചന്ദനത്തിലേക്ക് കുത്തുന്നില്ലേ അതുണ്ട്. പിന്നെ ഇത് സാധനം നമ്മൾ മുന്നേ ഉണ്ടാക്കിയതുണ്ട്. ഒരുപാട് നാൾ മുന്നേ ഉണ്ടാക്കിയ ഒരു ക്യാൻഡിൽ ഹോൾഡർ ആണ് കേട്ടോ. മിന്നൂട്ടി ഉണ്ടാ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മളാ രാമനാഥനായിരുന്ന അല്ലല്ലേ, മറ്റേ ശങ്കരൻ തമ്പിയുടെ വടിയുണ്ട്. പിന്നെ ശങ്കരൻ തമ്പിയുടെ ചെരുപ്പ് ഇതിന് ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. വേണ്ട കണ്ടോ, നെല്ലു മോനെ കാണിച്ചു കൊടുക്കാം. അതൊക്കെ അന്ന് അങ്ങോട്ടെടുത്ത് സേഫാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊന്നും അങ്ങനെ നമുക്ക് നശിപ്പിച്ച് കളയാം. നമ്മളിത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. വളയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഷെൽഫിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ ഷെൽഫ് കണ്ടോ, നല്ല വലുതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ പോയി കണ്ടേക്കണേ. കണ്ടില്ലേ? പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ മുന്നേ ഒരു സ്റ്റാൻഡ് ചെയ്തായിരുന്നല്ലോ, അതാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഒരു സ്റ്റാൻഡ് കണ്ടോ. ഇതാണ് നമ്മൾ ആ മൂലയ്ക്ക് നമ്മൾ അങ്ങനെ വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡ്. അപ്പോൾ ഈ ഷെൽഫിൻ്റെ വീഡിയോയും ഈ ഉണ്ടാക്കുന്ന വീഡിയോസും ഒക്കെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു വാൾ ലൈറ്റിൻ്റെതും ഈ സാധനങ്ങളൊക്കെ നമ്മൾ ആ ഒരു മൂലയ്ക്കാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡും ഒക്കെ അങ്ങനെ ഒരു മൂലയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ മറന്നു പോയതാണേ കാണിച്ചു തരാനായിട്ട്. തന്നെ കണ്ടോ, വേറെ 2 ദിവസം തന്നെ വിട്ടു. ഇതാണ്ട് നമ്മുടെ കമ്മലായി പൊട്ടിപ്പോയി. നമ്മുടെ മാല കണ്ടില്ലേ, ഇതാണ്ട് നല്ല മാല കണ്ട. ഇതാണ് നമ്മുടെ മാല കേട്ടോ. അത് നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത്.
കാരണം നമ്മൾ ഉണ്ടാക്കിയതല്ലേ, ചിരട്ടയിൽ ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിക്കുട്ടി കമ്മല്, ഒരു കമ്മലും കൂടെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതും ഞാൻ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. ഇത് നമ്മുടെ നമ്മൾ ഈ കറിയൊക്കെ എടുക്കത്തില്ലേ, കറിയൊക്കെ എടുക്കുന്ന ആ ഒരു ചോറിൻ്റെ കൂടെയൊക്കെ കറി എടുക്കുന്ന ആ ഒരു ബൗളാണ് ഇപ്പം കാണിച്ചത്. ഇത് കമ്മൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഇലയുടെ കമ്മലുണ്ടല്ലോ, കണ്ട ഇലയുടെ കമ്മൽ, അത് 2 ഉണ്ട് കേട്ടോ, കണ്ടോ. അതുപോലെ തന്നെ തന്നെ ഈ ഒരു കമ്മലോ അറിയാമല്ലോ, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു കമ്മലാണ് കേട്ടോ. അതൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ടേ. നമ്മുടെ സ്പൂൺ ഉണ്ടല്ലോ, നമ്മൾ ചിരട്ടയിൽ ഉണ്ടാക്കിയ ആ ഒരു തവി കുഞ്ഞ് സ്പൂണ്, അതും ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. സൂക്ഷിച്ച് വെക്കാൻ കാരണം ഇതാണ്, കുറേ നാൾ കൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മോളെ വിട്ടാണ് നശിപ്പിക്കുന്ന സാധനങ്ങളൊന്നുമല്ലോ മക്കളെ ഇത്. അമ്മ അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതില്ലേ അച്ഛനും അമ്മയും കൂടെ. അപ്പോഴും കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് അത് നമ്മളിങ്ങനെ ഒരു റൂം ടൂർ ചെയ്യുമോന്ന്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്നെടുത്ത് സൂക്ഷിച്ച് തന്നെ വെച്ചിരുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് എൻ്റെ പുറകിൽ കാണുന്ന സാധനം കണ്ടോ, ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഫ്ലവർ ഇളവി പോയതാണ് കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയതാണ്. ഇതറിയാമല്ലോ എല്ലാവർക്കും, മിക്ക എന്താണ് കാര്യങ്ങളും അഥവാ കാണാതുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണം കേട്ടോ. വീഡിയോ ഒക്കെ ചാനലിൽ കിടപ്പുണ്ടേ, കണ്ടില്ലേ. നമ്മളിത് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്ത സാധനമാണ്. അത് നമ്മുടെ റൂമിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ ബെഡ് ഇട്ടേക്കുന്നതിൻ്റെ ആ ഒരു മുകളിലായിട്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. നമ്മുടെ റൂം കണ്ടില്ലേ, ഇത് എങ്ങനെയാണ് വരുന്നത്. റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മളിത് അത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഷെൽഫ് വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ അലമാരയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, കണ്ടില്ലേ നമ്മുടെ അലമാര. ഇനി നമ്മളിങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ ഇരിക്കുന്ന സാധനമാണ് നമ്മൾ ഒരു ഇന്നലെ ഇട്ടതാണ് ഇവിടെ. ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മളൊരു ഷെൽഫ് ചെയ്തില്ലായിരുന്നു. ആ ഷെൽഫ് നമ്മുടെ അലമാരയുടെ, എൻ്റെ അലമാരയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ അലമാരയുടെ ഇവിടെ ഇരുന്നാണല്ലോ ഞാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒരുങ്ങുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സാധനങ്ങൾ, എൻ്റെ ലിപ്സ്റ്റിക്കും അതും ഇതൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നെടുത്ത് എനിക്ക് വലിയതായിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ ഷെൽഫ്, ഇതാണ് ഞാൻ ഫൈനലായിട്ട് ഉണ്ടാക്കിയ ഷെൽഫ്. ആ ഷെൽഫിൽ ഞാൻ ഉണ്ടാക്കിയ വേറൊരു സാധനം കൂടെ ഇരിപ്പുണ്ട്. തന്നെ കണ്ടോ, നമ്മുടെ ചീപ്പ് കേട്ടോ, നല്ല ഹെയർ കോമ്പാണ്. നല്ലപോലെ നമുക്ക് മുടിയൊക്കെ ഇങ്ങനെ കോതി ഒതുക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അടിപൊളി സാധനമാണ്, കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ചീപ്പ് നല്ല അടിപൊളി സാധനമാണ്, കണ്ടോ. അപ്പോൾ അത് നമ്മൾ തന്നെ നമ്മുടെ ഷെൽഫിലാണ് വെച്ചേക്കുന്നത്. കാരണം എനിക്ക് അതെപ്പോഴും ചീവാനൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഷെൽഫ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഷെൽഫിൽ മക്കളെ ഉണ്ടായിരിക്കും, നമ്മുടെ ഷെൽഫിൽ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും മക്കളെ ഏതേത് കൂട്ടാ ചോദിക്കുന്ന കാര്യമായിരുന്നു പെയിന്റ് അടിക്കുമെന്ന്. അപ്പം നമ്മൾ ഈ ഷെൽഫിൽ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്തേക്കുവാണ്. അയ്യോ, അപ്പോൾ നമ്മുടെ റൂം ഇത് കാണിച്ചപ്പോഴാണ് നമ്മുടെ ഈ ലൈറ്റിൻ്റെ കാര്യം ഇട്ടുപോയത്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇത് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാ വീഡിയോ ഉണ്ട് കേട്ടോ ചാനലിൽ. അപ്പോൾ ഈ സൈഡിലായിട്ട് നമ്മുടെ റൂമിൽ നിന്ന് ഇങ്ങനെ കയറുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അലമാരയുടെ അവിടെ ആയിട്ടാണ് നമ്മുടെ സ്റ്റാൻഡ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്. പിന്നെ അതെ നമ്മുടെ ഈ ഒരു മൂലയ്ക്കായിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. തൊട്ട് ആ മൂലയ്ക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ ലൈറ്റ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിനകത്തുള്ള ബൾബ് ഇപ്പം ഞങ്ങൾ ഊരി എടുത്തിട്ടുണ്ട്. കാരണം അതിൽ ഒന്നാങ്ങട്ടെ കിടപ്പുള്ളൂ. നമുക്ക് ആകെ 2-3 ബൾബേ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റേ ലാമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തത്. ഇതിൻ്റെയൊക്കെ നൈറ്റ് വ്യൂ നല്ലതുപോലെ നമ്മൾ ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു റൂമിൻ്റെ കേസ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹാളിലോട്ട് വരുമ്പോഴത്തേക്കും ഉള്ളതാണ്. ബാക്കിയൊക്കെ നമ്മളിതാ ഇതൊക്കെ എന്ന് പറയുമ്പം ഇതൊക്കെ നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ അതൊക്കെ ഇളവി പോയി കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അതൊരു പൂവാണ്, ഒരു വാൾ ഡെക്കറാണ്. അതായത് ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു വാൾ ഡെക്കറാണ്. നമ്മളെ റൂമിലിരിക്കുന്ന വാൾ ഡെക്കറിനെ പോലെ ഇത് മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരുപാട് മുന്നേ ഉണ്ടാക്കിയ ഒരു വാൾ ഡെക്കറാണ്. കണ്ടോ, നമ്മൾ ഈ സോബയൊക്കെ നമ്മളെ സെറ്റിയൊക്കെ ഇട്ടേക്കുന്നില്ലേ, അതിൻ്റെ ആ ഒരു മുകൾ പോർഷനിലായാണ് നമ്മളിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അത് ഇങ്ങനെ ഹാളിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോഴും അതിൻ്റെ വേണ്ടേ ആരാ വിളിക്കുന്നു. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ വാൾ ഡെക്കർ. ഇനി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇവിടെ നമുക്കൊരു ലൈറ്റ്, ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെയൊക്കെ നൈറ്റ് വ്യൂ വീഡിയോയിലുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ വീഡിയോ ഉണ്ട്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ സീലിങ്ങിലൊക്കെ നല്ല അതിൻ്റെ വെട്ടം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വരുന്ന നല്ലപോലെ അറിയാൻ പറ്റും. ഇത് കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതും കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയതാണ്, ഇതും കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതെല്ലാം കാർഡ്ബോർഡ് ചെയ്ത സാധനമാണ്. ഈ ഒരു ലൈറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് നല്ല കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നമ്മൾ ഇരുന്നിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇത്. ഈ സാധനം കണ്ടോ,
കണ്ടോ ഇത്? ഈ ഒരു സാധനം നമ്മൾ കക്കയുണ്ടല്ലോ, നമ്മുടെ ചിപ്പിയുടെ ആ ഒരു ഷെല്ലുണ്ടല്ലോ, അതിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനമാണ് കേട്ടോ ഇത്. കണ്ടോ? ഇത് നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഇത് നമുക്ക് പഴയതായിരുന്നു കേട്ടോ. ഒരു 35 വർഷത്തോളമൊക്കെ പഴക്കം ഉണ്ടെന്ന് തോന്നട്ടെ. ഇത് നമുക്ക് അതെടുത്തുകൊണ്ട് നമ്മൾ കഴുകി പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു ഫ്രെയിമിലോട്ട്, ഇത് കാർഡ്ബോർഡാണ്, ഇതിൻ്റെ അടിയിൽ കാർഡ്ബോർഡാണ്, അതിലേക്ക് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് ഒരു മിററൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളത് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു സാധനം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു കുട്ടി ഗണപതി ഉണ്ടോ, ഇത് എൻ്റെ അണ്ണ ഉണ്ടാക്കിയതാണ്. ഈ ഒരു കുട്ടി ഗണപതി കണ്ടോ, അത് ചിരട്ടയാണ് കേട്ടോ, അത് മൊത്തത്തിൽ ചിരട്ടയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ തണ്ടിയിൽ സ്റ്റാൻഡ് ഉണ്ടോ, ലവിൻ്റെ സ്റ്റാൻഡ് കണ്ടോ, ലവിൻ്റെ സ്റ്റാൻഡ് ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് നമ്മളിതേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കരണ്ടി സ്പൂണൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്പൂണുകളൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതേ ഈ സ്പൂൺ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ സ്റ്റാൻഡിലാണ് കേട്ടോ അതൊക്കെ വെച്ചിരിക്കുന്നത്. ഈ സ്പൂണൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡിലാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്, നമ്മുടെ ഷോക്കേസിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ മിന്നൂട്ടനെ ഋതുക്കുട്ടിയുടെയൊക്കെ ഒരു കലാവാസനകളാണ് കേട്ടോ ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നത്. ഇത് അവരുടെ ഒരു ക്രാഫ്റ്റാണ്. ഇത് ഫുള്ള് പടമൊക്കെ വരച്ച് അങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ കണ്ടോ, പിന്നെ അതേ ഇരിക്കുന്നത് ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഉണ്ടാക്കിയൊരു ഫ്ലവർ വൈസ് ഉണ്ടല്ലോ, ഇത് ഈ ഫ്ലവർ വൈസ് കണ്ടോ, 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സും കൂടി ഞാനതിൽ, ഇതൊക്കെ പ്ലാസ്റ്റിക് കവർ കൊണ്ടിട്ടാണ് ഈ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ കാർഡ്ബോർഡും ഈ കാണുന്ന സാധനം ചിരട്ടയാണ് കേട്ടോ, ചിരട്ടയും കാർഡ്ബോർഡും വെച്ചിട്ടുള്ള ഫ്ലവർ വൈസും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എല്ലാം ചാനലിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതൊരു സ്റ്റാൻഡായിരുന്നു, നമ്മുടെ ഈ ഒരു നമ്മുടെ പശയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തൊരു സ്റ്റാൻഡാണ്. കാർഡ്ബോർഡാണ് കേട്ടോ. കാർഡ്ബോർഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഷെൽഫാണ്, ഒരു മിനി ഷെൽഫാണിത്, ആ ഒരു കുട്ടി സാധനം. പിന്നെ നമ്മുടെ 2025 നമ്മുടെ ഓർമ്മയ്ക്ക് നമ്മൾ ചെയ്തൊരു കുട്ടി ക്രാഫ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ 4 പേരുടെയും കൈയൊക്കെ വെച്ചിട്ട്, നമ്മുടെ എൻ്റെ അണ്ണൻ്റെയും മക്കളുടെയൊക്കെ കൈയൊക്കെ വെച്ചിട്ട് നമ്മളൊരു മെമ്മറീസ്, 2025 മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത കുട്ടി ക്രാഫ്റ്റ് നമ്മളിങ്ങനെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നതായിട്ടുള്ള ക്രാഫ്റ്റുകളെന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ അതെൻ്റെ നമ്മുടെ ഒരു മുറം ചെയ്തായിരുന്നല്ലോ, ഈ ഒരു സിറ്റ് ഔട്ടിലിടുന്ന ഈ മാറ്റിൻ്റെ ആ ഒരു സാധനത്തിൽ ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ടേ. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഒരു മുറം. ഇതിൻ്റെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ ചാനലിലുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇതാണ് ഉണ്ടാക്കിയ മുറം. ഇത് കണ്ടോ, ഇത് നമ്മുടെ സ്റ്റാൻഡ്. ഇതൊക്കെ ഈ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയത് കുറച്ച് നാൾ മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ ചാനലിൽ കിടപ്പുണ്ടേ. നമ്മുടെ ഈ തടി വെച്ചിട്ട് ഉണ്ടാക്കിയ സ്റ്റാൻഡാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, നമ്മൾ അടുക്കളയിൽ തന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും വെക്കാനായിട്ട് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. ഈ സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കിയതാണ്, ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ലാമ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ വിട്ടുപോയതാണ് നേരത്തെ കാണിക്കുക. പിന്നെ ഒരു ഇൻഡോർ പ്ലാന്റും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഒരിലയൊക്കെ ഇളകിപ്പോയി കേട്ടോ, എങ്കിലും 2-3 എണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 2 ചെടി എൻ്റെ ചേച്ചി കൊണ്ടുപോയി. പിന്നെ ഉള്ള ഒരെണ്ണമാണ് കേട്ടോ ഇത്. എല്ലാവരും പറഞ്ഞതല്ലേ നമ്മുടെ ക്രാഫ്റ്റൊക്കെ ഒന്ന് ചേച്ചി കാണിക്കാവോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാം എന്നല്ല, ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കുന്നത് നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ വരാമല്ലോ. അപ്പോഴും കുറേ പേര് നമ്മളടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ കൊറിയർ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ചിരട്ടയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളായാലും അതുപോലെ തന്നെ നമ്മൾ ഈ ഷെൽഫുകളായാലും ലാമ്പ്, നമ്മൾ ഉണ്ടാക്കുന്ന മിക്ക സാധനങ്ങളും ഈ കൊറിയർ ചെയ്ത് തരുമെന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് പറയാനുള്ളൊരു ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് കൊറിയർ നിങ്ങൾക്ക് തരണം എന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. നമുക്ക് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സ് അല്ലല്ലോ ഇത്. നമ്മളിപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്കത് കൊറിയർ ആയിട്ടേ നമുക്ക് വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൊറിയർ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് മക്കളെ ഇതാ വരുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കിപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇല്ല കേട്ടോ. നമ്മൾ ഒന്ന് കുറച്ചും കൂടെയൊക്കെ ഒന്നിതായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും കേട്ടോ. ഒരുപാട് പേരെടുത്ത് കമൻസൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട് കേട്ടോ. ഞാൻ 2-3 വീഡിയോസിൽ അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അത് കേൾക്കാതെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ കൊറിയറായിട്ട് നമ്മൾ ഇപ്പോഴും നമുക്ക് കൊറിയർ ചെയ്യുമ്പോഴത്തേക്കും കൊറിയറായിട്ട് നമ്മൾ അയക്കുന്നതിൻ്റെ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, നമ്മളിവിടെ എങ്ങനെയാണോ വീഡിയോയിൽ കാണിക്കുന്നത് അതേപോലെ അതേ ക്വാളിറ്റിയിൽ ഡാമേജ് ഒന്നും പറ്റാതെ തന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ
നമ്മുടെ കയ്യിൽ എത്തുകയും വേണമല്ലോ. അല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കാട്ടിക്കൂട്ടി തന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇപ്പോൾ വൈൻ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കി തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത് നമ്മൾ കൊടുക്കുമ്പോഴും ആ പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാതെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കണം. അതാണല്ലോ നമ്മളൊരു സാധനം നമ്മൾ കൊറിയർ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ സർവീസും നമ്മുടെ കൊറിയർ സർവീസും ഒക്കെ അത്രയ്ക്ക് നല്ല ക്ലിയർ ആയിരുന്നാൽ മാത്രമല്ലേ നമുക്കത് പ്രോഡക്റ്റ് വാങ്ങുന്നവർക്കും ഒരു സന്തോഷമാവത്തുള്ളൂ, തൃപ്തിയാവത്തുള്ളൂ. നമുക്ക് തരുന്നവരായാലും നമുക്കൊരു ടെൻഷൻ ആയിരിക്കും, നിങ്ങളുടെ കയ്യിൽ അത് എത്രത്തോളം എന്തുവാണ് സേഫായിട്ട് അത് എത്തുന്നു എന്നുള്ളൊരിത് നമുക്ക് വേണമല്ലോ. അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മുടെ സാഹചര്യത്തിൽ നമുക്കത് അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്കിത് അങ്ങനെ ദൈവം അനുഗ്രഹിച്ചിട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് പറ്റുവാണെങ്കിൽ അങ്ങനെ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും കേട്ടോ. അപ്പം ഈ ചോദിച്ചവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോഴെന്തായാലും നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തന്ന കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുവാണ് കേട്ടോ. നിങ്ങൾക്കിത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങൾ ആ ഒരു കമൻസ്, നിങ്ങൾ ഒരുപാട് കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമാണ് കേട്ടോ. കുറേ നല്ല നല്ല കമൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നന്ദി എത്ര പറഞ്ഞാലും മതിയാകത്തില്ല, അത്രയ്ക്ക് എനിക്ക് നന്ദി പറയാനുണ്ട് നിങ്ങളെടുത്ത്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പേര് നമ്മളടുത്ത് Q&A ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ Q&A നമ്മൾ ചെയ്യാം കേട്ടോ. നമ്മൾ ഉറപ്പായിട്ടും ഒരു Q&A വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടി ഞാൻ ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ പിന്നെ എനിക്കൊരു വീഡിയോ കൂടി ചെയ്യാനുണ്ട് കേട്ടോ. നാളെ ഒരു വീഡിയോ വരുന്നുണ്ട്, ഒരു ലോങ് വീഡിയോ നാളെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് എനിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ജോലി തിരക്കിൻ്റെ ഇടയ്ക്കാണ്, അത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്നത്. അപ്പോഴെന്തായാലും എല്ലാവർക്കും ബായ് കേട്ടോ. എല്ലാവർക്കും ബായ്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നാളെ ഞാൻ ഇന്ന് പറഞ്ഞില്ലേ അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ബായ്. ഇന്ന് വേറെ ഷോർട്ട് വീഡിയോ വരുന്നുണ്ട് കേട്ടോ, വൈകിട്ട് കാണണേ. ടാറ്റ.